അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഓപ്പൺ സോഴ്സായിട്ട് ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് പ്രീമിയം മ്യൂസിക്സ് ലിസൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ ഓപ്പൺ സോഴ്സാണ്, മോഡ് ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വളരെ ജെന്യുവനാണ്. അതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോയി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. കാരണം ഇതുപോലുള്ള ടെക് വീഡിയോസ് ഇനിയും ഈ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിനായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. വെറും 3 MB ഈ ആപ്ലിക്കേഷൻ വരുന്നത്. റിലീസ് ചെയ്തിട്ടുള്ളത് ഗിറ്റ്ഹബ് ആണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഇതിനകത്ത് ഫീച്ചർ ചെയ്തിരിക്കുന്ന എല്ലാ മ്യൂസിക്കും യൂട്യൂബിൽ നിന്നും ഓപ്പൺ സോഴ്സായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത് യൂട്യൂബിൽ നിന്നുമുള്ള മ്യൂസിക്സാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റീമിക്സസും ലോഫിയും അതുപോലെ യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോങ്സും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും, അതും വിത്തൗട്ട് എനി ആഡ്സ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ UI ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു UI ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഫേവറേറ്റ് ചെയ്തിടാനുള്ളൊരു ഫങ്ഷൻ കൂടെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെർച്ച് ഓപ്ഷനൊക്കെ വളരെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ UIയുടെ ഓരോരോ ബാർസ് എല്ലാം സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ആപ്ലിക്കേഷനുകളെ പോലെ ടോപ്പിലല്ല കൊടുത്തിരിക്കുന്നത്. അതും വളരെ റെയർ ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫീച്ചർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കിനായിട്ട് താഴെ ഒരു കമൻറ്റ് മാത്രം ഇട്ടാൽ മതിയാകും. ലിങ്ക് നേരെ നിങ്ങളുടെ ഇൻബോക്സിലോട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.